ഏറ്റവും അധികം ചിലവാകുന്നൊരു ചരക്കുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. നിങ്ങൾക്ക് ഏത് ഭാഷയിൽ സുവിശേഷം കേൾക്കണം? ഇംഗ്ലീഷിൽ കേൾക്കണോ? തമിഴിൽ കേൾക്കണോ? തെലുങ്കിൽ കേൾക്കണോ? കന്നഡയിൽ കേൾക്കണോ? അറബി കേൾക്കണോ? എപ്പം കേൾക്കണം? ഉച്ചയ്ക്ക് കേൾക്കണോ? വൈകിട്ട് കേൾക്കണോ? പതിരാത്രി കേൾക്കണോ? വെളുപ്പാങ്കാലത്ത് കേൾക്കണോ? 24/7 24 മണിക്കൂറും ഇടതവില്ലാതെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശ ലോകത്തിലുണ്ടെങ്കിൽ അത് സുവിശേഷം അത്രേ. അപ്പോളോ 2 എന്ന ബഹിരാകാശ വിമാനത്തിൽ ആദ്യമായി യാത്രാ പേടകത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് കാലുകുത്തിയവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചു വിട്ടൊരു സങ്കീർത്തനമാണ് ഇവിടെ വായിച്ചത്. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദരിദ്രൻ്റെ ചെറ്റക്കുടിൽ മുതൽ അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞാവേദി വരെ ചെന്നെത്തിയ ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദ പുസ്തകം അത്രേ. സുവിശേഷം ആർക്ക് വേണ്ടിയാണ്? പ്രിയ പാസ്റ്റർ ഒന്ന് വായിച്ചു കേൾപ്പിക്കും. 49 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 49 സങ്കീർത്തനം 1-2 വാക്യം. സുവിശേഷം ആർക്കൊക്കെയാണ്? ഓണാക്കി വായിക്കും പാസ്റ്റർ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. അടുത്തത് സാമാന്യ ജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും. ഇതിൽപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടോ? സകല ജാതികളുമായുള്ളവരെ കേൾപ്പീൻ. ഒരാൾ പറയാൻ ഞാൻ നിരീശ്വരവാദിയാ, എനിക്ക് ജാതിയും മതമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അടുത്ത മതവനുമാ. സകല ഭൂവാസികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സാമാന്യ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ. സുവിശേഷത്തിന് ജാതിയില്ല, സുവിശേഷത്തിന് മതമില്ല, സുവിശേഷത്തിന് വർണ്ണ വ്യത്യാസമില്ല. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾക്കുള്ളതാണ് ഈ സന്ദേശം. കൈ ഉയർത്തി വാതുറന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. അതുകൊണ്ടാണ് കൊലോസി ലേഖനത്തിൽ 1-23 വാക്യത്തിൽ ധന്യനായി പൗലോസ് പറഞ്ഞു, ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളുടെയിൽ ഘോഷിക്കുന്ന സുവിശേഷം. ആകാശത്തിന് കീഴിലുള്ള സകല ജാതിക്കും വേണ്ടിയുള്ളതാണ് സുവിശേഷം. അങ്ങനെയാണെങ്കിൽ അതാണ് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ആട്ടിടയന്മാർ കേട്ട ശബ്ദം എന്താണ്? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്ദേശം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഭയവികുലനായ മനുഷ്യനോട് സുവിശേഷം ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. ഈ ലോകം മരണഭീതിയിലാണ്, യുദ്ധഭീതിയിലാണ്, പരാജയഭീതിയിലാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഭീതിയിലാണോ? പരിശുദ്ധാത്മാവ് പറയുന്നു ഭയപ്പെടണ്ട. ഹല്ലേലൂയ, ഭയപ്പെടണ്ട എന്ന് പറയുന്നു. അപ്പോൾ സുവിശേഷം സകല ജാതിക്കുമുള്ളതാണ്, സകല ഭാഷക്കാർക്കുമുള്ളതാണ്, സകല വംശക്കാർക്കുമുള്ളതാണ്. അങ്ങനെയാണ് സുവിശേഷം ആരുടെ വകയാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ അത് അമേരിക്കക്കാർക്ക് മാത്രമേ ബാധകമായുള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ നിയമം കൊണ്ടുവന്നാൽ അത് ഇന്ത്യക്കാർക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ. ഫ്രഞ്ച് പ്രസിഡന്റോ ജർമ്മൻ പ്രസിഡന്റോ ഒരു നിയമം കൊണ്ടുവന്നാൽ ആ രാജ്യക്കാർക്കേ അത് ബാധകമായുള്ളൂ. എന്നാൽ ആകാശത്തിന് കീഴിലുള്ള സകല മനുഷ്യർക്കും, സകല ഭാഷക്കാർക്കും, സകല വംശക്കാർക്കും ബാധകമാകുന്ന നിയമം കൊണ്ടുവരുവാൻ അധികാരമുള്ള ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ വകയത്രേ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ പെന്തക്കോസ്തുകാരുടെ വകയല്ല, ഇതിവിടുത്തെ യാക്കോബക്കാരുടെയോ മർത്തോമക്കാരുടെയോ CSAക്കാരുടെയോ CMSകാരുടെയോ വകയല്ല. ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വകയത്രേ. വന്ന് ശക്തിയോടെ കർത്താവിൻ്റെ ദാസന്മാരല്ല കയ്യൊന്ന് ഉയർത്തിയ സ്തോത്രം എന്ന് പറഞ്ഞു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരായി ഞങ്ങളെ ബന്ധിക്കാം, സുവിശേഷത്തെ ബന്ധിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് സുവിശേഷകരായി ഞങ്ങളെ കെട്ടുകെട്ടിക്കാം, സുവിശേഷത്തെ കെട്ടുകെട്ടിക്കാൻ കഴിയില്ല. ഞങ്ങളെ ഒതുക്കാം, സുവിശേഷത്തെ ഒതുക്കാൻ കഴിയില്ല. ഇവിടെ ആരാണ്ട് ഒരു ഫോഷൻ വേദപുസ്തകം കത്തിച്ചെന്ന് പറഞ്ഞു കേട്ടു. ഒരു ബൈബിള് കത്തിച്ചെന്ന് വിചാരിച്ച് ഇത് അവസാനിക്കില്ല. ഇത് തീയിൽ കുരുത്ത മാർഗമാണ്, ഇത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. സുവിശേഷത്തിൻ്റെ പ്രത്യേകത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഇത് രൂപാന്തരം വരുത്തുന്നതാണ്. അജ്ഞനെ ജ്ഞാനിയാക്കുന്നു, അധമനെ ഉത്തമനാക്കുന്നു, നരഭോജിയെ നരസ്നേഹിയാക്കുന്നു, അപരിഷ്കൃതനെ പരിഷ്കൃതനാക്കുന്നു, വൈരിയെ മിത്രമാക്കുന്നു, കഠിനഹൃദയനെ മൃദുലഹൃദയമാക്കുന്നു, ദോഷിയെ നിത്യസ്നേഹിതനാക്കുന്നു, ദൂഷകനെ സുഭാഷകനാക്കുന്നു, നരകവാസിയെ സ്വർഗാവകാശിയാക്കുന്നു. എന്നെ രൂപാന്തരപ്പെടുത്തിയത്, എൻ്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തിയത്
വേദപുസ്തകമാണെന്ന് പറയാൻ തൻ്റെ ഇടത്തുള്ള ദൈവമക്കൾ കൈ ഉയർത്തി സ്തോത്രം ചെയ്യാം. നമ്മുടെ കയ്യിലെ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ട് അതൊന്ന് കൈ താത്ത് വെച്ച് കരങ്ങളൊന്ന് അടിച്ച് അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് ഞങ്ങൾക്ക് സ്വസ്ഥത നൽകിയത്, ഞങ്ങൾക്ക് സമാധാനം നൽകിയത്, ഞങ്ങൾ ലക്ഷ്യബോധം നൽകിയത്, ഞങ്ങളുടെ അവസ്ഥ മാറ്റിയത് വിശുദ്ധ വേദപുസ്തകമത്രേ. ഞാൻ പറയുന്ന കാര്യം പ്രിയ യേശുദാസ് പറഞ്ഞത് ഞാൻ കേട്ടു. അതിതാണ്, ഒരു വ്യക്തി പുസ്തകത്തെ ഉയർത്തിയാൽ ആ വ്യക്തിയെ പുസ്തകം ഉയർത്തും. ഒരു കുടുംബം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ കുടുംബത്തെ പുസ്തകം ഉയർത്തും. ഒരു സമൂഹം ഈ പുസ്തകത്തെ ഉയർത്തിയാൽ ആ സമൂഹത്തെ പുസ്തകം ഉയർത്തും. ആ കൈയൊന്ന് ഉയർത്തിയാട്ടി പറ, എന്നെ ഉയർത്തിയത് ഈ പുസ്തകം അത്രേ. ഈ പുസ്തകം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഈ മാർഗത്തിന്റെ കനത്ത എതിരാളിയെ ഇതിന്റെ കടുത്ത പോരാളിയാക്കി മാറ്റാൻ സുവിശേഷത്തിന് കഴിയൂ. ഞാൻ പറഞ്ഞല്ലോ, രൂപാന്തര ശക്തി സുവിശേഷന് കഴിയൂ. ഒരിക്കൽ ഒരു നിരീശ്വരവാദി ഒരു ദൈവദാസനെ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇങ്ങനെയായിരുന്നു: ദൈവം ഇല്ല എന്ന് ഞാൻ തെളിയിക്കും, പ്രസംഗിക്കും, നിങ്ങൾ ദൈവമുണ്ടെന്ന് തെളിയിച്ച് പ്രസംഗിക്കണം. ദൈവദാസൻ പറഞ്ഞു, ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്നറിയാമോ? നിന്റെ നിരീശ്വരവാദം കൊണ്ട്, നിന്റെ യുക്തിവാദം കൊണ്ട് മാനസാന്തരപ്പെട്ട, മദ്യപാനം നിർത്തിയ, ഭാര്യയെ തല്ലുന്ന നിർത്തിയ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നിർത്തിയ ഒരു വ്യക്തിയെ കൊണ്ടുവരണം. സമാധാനം കിട്ടിയ, സ്വസ്ഥത കിട്ടിയ ഒരാളെ നീ കൊണ്ടുവരണം. നിരീശ്വരവാദം നിമിത്തം, യുക്തിവാദം നിമിത്തം ഞാൻ മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, ചീത്ത പറയുന്ന നിർത്തി, ഭാര്യയെ തല്ല് നിർത്തി, സമാധാനം കിട്ടിയെന്ന് പറഞ്ഞ് ഒരാളെ നീ കൊണ്ടുവരണം. മറിച്ച് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്താൽ രൂപാന്തരം വന്ന 10 അല്ല 100 വരെ കൊണ്ടുവരാം. നിങ്ങളുടെ സ്തോത്രം ഇവിടെ വരെ എത്തിയില്ല. ഹല്ലേലൂയ. ഞാൻ മഹാനിയോഗം എന്ന പുസ്തകം എഴുതിയപ്പോൾ അതിലിങ്ങനെ എഴുതി: ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അവിടുത്തെ മൃഗങ്ങളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച്, അവിടുത്തെ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു അമേരിക്കൻ സംഘം ചെന്നു. അവരവിടെല്ലാം നടക്കുമ്പോൾ ഒരു വയോവൃദ്ധൻ ഗിഡിയോൺ ഇൻ്റർനാഷണലിൻ്റെ ഒരു പുതിയ നിയമം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പച്ചപ്പരിഷ്കാരിയായ സായിപ്പ് കാട്ടിലും വേദവസവും വന്നു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് നാണമില്ലേ 20-ാം നൂറ്റാണ്ടിൽ ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കാൻ? ആ മനുഷ്യനത് കേട്ടിട്ട് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പ്രസംഗിക്കുന്ന കാര്യമാണ്. അയാളയുടെ വീടിൻ്റെ പുറവശത്ത് കൊണ്ടുപോയി അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന എല്ലും മുട്ടം തലയോടുകൾ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കറുത്ത പുസ്തകം ഞങ്ങളുടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ രാത്രി നീ ഞങ്ങളുടെ അത്താഴക്കലത്തിൽ കിടന്ന് തിളയ്ക്കുമായിരുന്നു. ഈ തലയോട്ടിയിൽ ഒന്നായി നീ മാറുമായിരുന്നു. ഞങ്ങളെ മനുഷ്യനെ സ്നേഹിക്കുന്നവനാക്കി മാറ്റിയത് സുവിശേഷമാ, ഈ കറുത്ത പുസ്തകമാ. ഇത് വരുത്തിയ രൂപാന്തരമാ. ഒന്നുകൂടെ കൈകൾ ഉയർത്തി സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ്. ഇത് രൂപാന്തരം വരുത്തുന്നതാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ അങ്ങ് രാത്രി പത്തനാപുരത്ത് പ്രസംഗി പറഞ്ഞു, സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് അസ്വസ്ഥനെ സ്വസ്ഥനാക്കും. ഒന്നുകൂടെ കേൾക്കണം, ശാന്തമായി കേൾക്കണം. സുവിശേഷം, പറഞ്ഞ ദേവദാസന്മാരെ, അസ്വസ്ഥനെ സ്വസ്ഥനാക്കും. അപ്പോൾ തന്നെ ഇത് സ്വസ്ഥനെ അസ്വസ്ഥനുമാക്കും. നമ്മൾ ഈ സുവിശേഷത്താൽ സ്വസ്ഥരായവരാ. പക്ഷെ ഇന്ന് മുതൽ ഇവിടെ കേൾക്കുന്ന സന്ദേശം നമ്മളെ അസ്വസ്ഥരാക്കണം. 1000 10,000 പാപത്തിനാഴത്തിൽ വീഴുന്നു, കയറകരാൻ വഴിയില്ലാതെ ഉലയുന്നു, യേശുവില്ലാതെ ഇടുങ്ങിയ ശവക്കല്ലേക്ക് പോകുന്നു. കഴിഞ്ഞ 2 വർഷം കൺവെൻഷൻ ഇല്ലായിരുന്നു. ഈ വർഷം നമ്മൾ കൺവെൻഷൻ വന്നു. നമ്മൾ എത്ര പേരോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു? എത്ര പേരോട് യേശുവിൻ്റെ സാക്ഷിയായി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമുക്കറിയാം, കൺവെൻഷൻ ചൂടാകുമ്പോൾ ആൾ വരും, 1-ാം ദിവസമല്ലേ. പക്ഷെ നമ്മൾ ഈ 2 വർഷം അനങ്ങിയില്ല. അനങ്ങിയിരുന്നെങ്കിൽ ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കവിഞ്ഞേനെ. നമ്മളെ അസ്വസ്ഥരാക്കണം. യേശുവില്ലാത്തവൻ നിത്യാഗ്നിയിലേക്ക് പോകുന്നു, നിത്യ നരകത്തിലേക്ക് പോകുന്നു, പ്രത്യാശയില്ലാത്തവനായി പോകുന്നു. ഈ ദിവസങ്ങളിലെ വചന കേൾവി നമ്മൾ രൂപാന്തരപ്പെടുത്തട്ടെ. ഒന്നുകൂടി നമ്മുടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഞാൻ ഇവിടെ നിന്നപ്പോൾ ഓർക്കുന്നു, ഞാൻ പണ്ടൊക്കെ പ്രസംഗിക്കുന്നൊരു പദമുണ്ട്, അതോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്താൻ പോകുകയാണ്. അതായത് ഈ മാർഗത്തിൻ്റെ കനത്ത എതിരാളിയെ ഇതിൻ്റെ കടുത്ത പോരാളിയാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. ഇത് ലഘുലേഖ പിച്ചിക്കീറുന്നവനെ ഇതിൻ്റെ കെട്ടുകൾ ചുമപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്
കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്ത്. ഞാൻ പലയിടത്തും ഇത് പറയാറുണ്ട്, ഇത് ലൈവ് ഓണിലൂടെ കേൾക്കട്ടെ. ഞാൻ സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കാൻ സ്റ്റേജിൽ പോകുന്നു. അന്ന് ഇതുപോലെ സിസ്റ്റവും ഇത്രയും സംവിധാനമൊന്നുമില്ല. 35 വർഷമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് ഈ ബാറ്ററി സംവിധാനമാണ്, അല്ലാതെ ഇതുപോലെ ജനറേറ്ററുകളൊന്നുമില്ല. അപ്പം മൈക്ക് പ്രസംഗിക്കാൻ ഞാൻ കയറി നിന്നപ്പോൾ ഞാൻ സ്റ്റേജിലോട്ട് കയറുകയും ഒരുത്തൻ പോസ്റ്റയിലോട്ട് കയറി. എന്നിട്ട് അവൻ അവിടുത്തെ ഫീസ് വലിച്ചൂരി. പാവപ്പെട്ടവരെ ബാറ്ററി ഒന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ ഇരുട്ടുമായി. ആകെ ഒരു പെട്രോമാക്സ് ഉണ്ട്, മൈക്കുമില്ല. എനിക്കാണെങ്കിൽ ശബ്ദമില്ല, മൈക്കില്ലാതെ എനിക്ക് പ്രസംഗിക്കാൻ ഒക്കത്തില്ല. പാസ്റ്ററെ, വഴിയെ കൂടെ പോയൊരു മനുഷ്യൻ കൊണ്ടുവന്ന് ജീപ്പ് അടുത്ത് നിർത്തിയിട്ട് കണക്ഷൻ തന്നു മൈക്കിന്. ഞാൻ മൈക്ക് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ പോസ്റ്റേ കയറിയവനെ നോക്കി ദൈവം ചിരിക്കുന്നു. കാരണം വേദവസത്തിൽ വാക്യമുണ്ട്, ദൈവം അവരെ നോക്കി ചിരിക്കുന്നു. ദൈവം അവനെ നോക്കി ചിരിക്കുന്നു. എങ്ങനെയാണ് ചിരിക്കുന്നത്? പോസ്റ്റേ കയറി നോക്കി ദൈവം ചിരിക്കുന്നു. എങ്ങനെ ചിരിക്കുന്നു? കൊള്ളാം 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 കൊള്ളാം. സുവിശേഷ യോഗത്തിന്, അടുത്ത സുവിശേഷ യോഗത്തിന് മൈക്ക് കയറാൻ ഇവനെ കൊള്ളാം. പണ്ട് ഞങ്ങൾ ദൈവദാസന്മാർ, ഞങ്ങളുടെ പിതാക്കന്മാർ വചനം പ്രസംഗിച്ചപ്പോൾ ചില പാട്ട കൊട്ടിയവനെല്ലാം ദൈവം പിടിച്ചു. അവനെല്ലാം രൂപാന്തരം വന്നു. അവൻ്റെ എല്ലാം തോളിൽ ഞങ്ങൾ തമ്പേറിട്ട് കൊടുത്തു കൊട്ടാൻ. അന്ന് മുതൽ ഞാൻ പറഞ്ഞു, സുവിശേഷ യോഗം നടക്കുമ്പോൾ പാട്ട കൊട്ടുന്ന നിന്നെ നോക്കി ദൈവം ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, തമ്പേറ് കൊട്ടാൻ നിന്നെ കൊള്ളാം. സുവിശേഷ യോഗം നടക്കുമ്പോൾ ആരെങ്കിലും കൂക്കു വിളിച്ചാൽ അവനെ നോക്കി ദൈവം ചിരിക്കും. കൊള്ളാം 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 കൊള്ളാം, ഉറക്കെ ഹല്ലേലൂയ പറയാം, നിന്നെ കൊള്ളാം. ദൈവം കൊള്ളാമെന്ന് പറഞ്ഞാൽ അടുത്ത സുവിശേഷ യോഗത്തിന് നീ ഞങ്ങളുടെ കൂടെ കാണും. എത്ര പേർക്ക് കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യുവാൻ കഴിയും? നമ്മുടെ കരം ഒന്നടിച്ച് അല്പസമയം അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്ത്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാനിവിടെ പറയുന്നു, എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ട്. ഇവിടെ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ ഇവിടെ മാത്രമല്ല, ഇതിന് സൈഡിലേക്ക് വ്യാപിക്കണം, ഈ ദേശത്തേക്ക് വ്യാപരിക്കണം, ഭവനങ്ങളിലേക്ക് വ്യാപരിക്കണം. പ്രിയ സഹോദരന്മാർ, ലൈവായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകർ ഭവനങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളിൽ, അകലങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക.